ഒക്ടോബർ 13th 2022. എന്നത്തെയും പോലെ ഈ ദിവസവും ഈ 4 ചുവരുകൾക്കുള്ളിൽ കാലിലെ ചങ്ങലയുടെ മധുരനാദവും കേട്ട് കടന്നുപോകും. എന്തിരിപ്പാടാ ജീവ, പോയി കുളിച്ചിട്ട് വന്നേ. ഞാൻ ഇന്ന് അമ്പലത്തിൽ പോയി. കുളിച്ചിട്ട് വന്നിട്ട് നീ ഈ പ്രസാദം കഴിക്കുക. നീ എന്താ ഈ രാവിലെ തന്നെ? അത് കൊള്ളാം. ഇന്നത്തെ ദിവസം വേറെ ആരും മറന്നാലും ഞാൻ മറക്കത്തില്ല. ദേവാ, ഓർമ്മ വച്ച കാലം മുതൽ എൻ്റെ നിഴലായവൻ, ഭ്രാന്താണെന്ന് മുദ്രകുത്തിയ എൻ്റെ അരികിലേക്ക് ഒരു ഭയവുമില്ലാതെ കടന്നു വരുന്നവൻ, എന്തിനാ ദേവ നീ മാത്രം എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നേ? തിരിച്ചു തരാ എന്നതിൻ്റെ കയ്യിൽ എന്താ ഉള്ളേ? എല്ലാം നഷ്ടപ്പെട്ടില്ലേ, എല്ലാം. എങ്കിൽ ശരി ജീവ, ഞാൻ ഇറങ്ങുക, ഓഫീസിൽ പോകാനുണ്ട്. ശരി. ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. എന്താ? ഒന്നുമില്ലടാ, കുറെ ആയില്ലേ നിന്റെ പാട്ട് കേട്ടിട്ട്. എനിക്കൊരു പാട്ട് പാടിത്താ. ഇടരാതെ ഞാൻ ആ കൈയിൽ കൈ ചേർക്കവേ, മയിൽ പീലി പാളും പോലെ നോക്കുന്നുവോ, തണുപ്പാതെ മെല്ലെ ചേർക്കും നേരത്തു നീ വിറയ്ക്കുന്നു, നീയും മാറും വേറെന്തിനോ ആശിച്ചു ഞാൻ ദൂരാത്തൊരീ പൂമാരിയിൽ മൂടട്ടെ മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമി നാടൻ വഴി. താരാ, വന്ന് ഫുഡ് കഴിക്ക്. ആ മമ്മി, ഞാൻ വരുവാ. എന്റെ കാവ്യെ, ഈ ഡോറാബുജി കാണുന്ന നേരം കൊണ്ട് വല്ല ന്യൂസും വെച്ച് കാണു പെണ്ണെ. വിവരം വരട്ടെ നിനക്ക്. ഓ, ഇതേ കാണ് അവളുടെ ഒരു ന്യൂസ്. സോഷ്യൽ മീഡിയകളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗാനവും അയാളുടെ ശബ്ദവും. എന്നാൽ ശബ്ദത്തിന്റെ ഉടമയെ ആരാധകർ അന്വേഷിക്കുന്നതല്ലാതെ അത് ആരാണെന്ന് ആർക്കും തന്നെ അറിയില്ല. മധുരമായ അയാളുടെ ശബ്ദം ആരാധകരുടെ ഹൃദയങ്ങളിൽ അലിഞ്ഞു ചേരുന്നതാണ്. ഇടരാതെ ഞാൻ ആ കൈയിൽ കൈ ചേർക്കവേ, മയിൽ പീലി പാളും പോലെ നോക്കുന്നുവോ, തണുപ്പാതെ മെല്ലെ ചേർക്കും നേരത്തു നീ വിറയ്ക്കുന്നു, നീയും മാറും വേറെന്തിനോ ആശിച്ചു ഞാൻ ദൂരാത്തൊരീ പൂമാരിയിൽ മൂടട്ടെ. ജീവ, നിനക്ക് കഴിക്കാനൊന്നും വേണ്ടേ താരാ? ജീവ, എൻ്റെ ജീവ മരിച്ചിട്ടില്ലേ? ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. ഇന്ന് വരെ വിശ്വസിച്ചിട്ടില്ല. മോളെ, നീ ഇന്നേരത്ത് എവിടെ പോവാ? ഞാൻ പള്ളിയിൽ പോവാ അമ്മ. എന്നും പോണല്ലേ, ഇന്നെന്താ ഒരു ചോദ്യം? ഈ ചായം പോയിട്ട് പോയാൽ പോരാ നിനക്ക്? എന്തിനാ വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്നേ? ഞാൻ എവിടെ പോവുകയാണെങ്കിൽ അപ്പൻ എന്തിനാ ദേഷ്യം? ഞാൻ ഇപ്പം തന്നെ പോവും. അവൻ ചത്തില്ലേടി? അനിയത്തി എന്ന് പറഞ്ഞു കൊണ്ടു നടന്നിട്ട് അതിന്റെ ജീവിതം നശിപ്പിച്ച അവനെ തന്നെ നിനക്ക് വേണോടി അസത്തെ? എൻ്റെ ജീവ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. അപ്പം പറഞ്ഞ പോലെ ചത്തിട്ടുമില്ല. പിന്നെ ആരെ കാണാനാടി നീ ആ സെമിത്തേരിയിലോട്ട് പോണേ? അവിടെ അടക്കിയത് നിങ്ങളൊക്കെ പറഞ്ഞ ജീവയാണോ അതോ ജസ്റ്റിനെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നീ ചെന്ന് അറിയും ബാക്കി എന്താ ഉണ്ടായെന്ന് അപ്പം പറഞ്ഞുതരാം. എനിക്ക് മനസ്സിലായി ഇതൊക്കെ നിങ്ങളും കൂടെ അറിഞ്ഞുകൊണ്ടാണെന്ന്. എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക. എൻ്റെ ജീവയാണെന്ന് കരുതി ഈ 2 വർഷം ഞാൻ നിൻ്റെ അടുത്താ വന്നേന്ന് ഓർത്തിട്ട്. ജസ്റ്റിൻ, നീ എങ്ങനെ മരിച്ചു എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് നീ അർഹിക്കുന്നത് തന്നെയാ. കാവ്യ, അവളെ ജീവ അവൻ്റെ പെങ്ങളെപ്പോലല്ല ഇടക്കണ്ടേ. അന്ന് ആ വൈകുന്നേരം അവൻ അവൻ്റെ കൂടെ പിറപ്പായ നിന്നെ അവനേക്കാളേറെ വിശ്വസിച്ചോണ്ടല്ലേ നിന്റെ കൂടെ അവൻ വിട്ടത്. എന്നിട്ടും നീ എന്താ ചെയ്തേ? അപ്പൊ നീ ഈ ഇയർ കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കോളേജ് ലൈഫ് കഴിയും അല്ലേടാ? ഇത് കഴിഞ്ഞാൽ എന്താടാ, നീ ഇവളെ കെട്ടില്ലേ? അപ്പോഴും നമ്മൾ 3 പേരും ഒന്നിച്ചല്ലേ? അയ്യോ, എത്ര പെട്ടെന്നെല്ലാം. രണ്ടും ആദ്യം സെറ്റിലാവാൻ നോക്ക്. എന്നിട്ട് മതി എൻ്റെ വീട്ടിലേക്ക് വരുന്നതും അപ്പനോട് സംസാരിക്കുന്നത്. അല്ല, അതിന് ഞാൻ എന്തിനാ സെറ്റിലാവുന്നേ? ഇവനല്ലേ കേട്ടണ്ടേ? ഞാൻ ഈ ലൈഫൊക്കെ ഒന്ന് എൻജോയ് ചെയ്യട്ടെന്ന്. എന്ത് മനോഹരമായ നടക്കാത്ത മോഹം. അതെ, എൻ്റെ കൂടെ അല്ലേ നീ ജനിച്ചേ? അപ്പോ നീ എൻ്റെ കൂടെ തന്നെ കെട്ടും. ഓഹോ, എങ്കിൽ ഞാൻ ചാവുകയാണെങ്കിൽ നിന്നെ കൊല്ലും. അത് നിനക്ക് ഓക്കെ ആണോ? എന്താണ് 3ഉം കൂടി ഇവിടെ ഒരു ഗൂഢാലോചന? ആ വന്നല്ലോ എൻ്റെ ബ്രോന്റെ സോളൂട്ടൻ. എന്താടാ നിന്റെ നിനക്ക് ഇങ്ങോട്ട് എഴുന്നള്ളാൻ ഇത്ര ലേറ്റ്? മച്ചാ, ഇച്ചിങ്ങനെ ചൂടാവല്ലേ? ഞാൻ നേരത്തെ ഇറങ്ങിയതാണ്. ഇന്ന് വഴിയിലൊരു പെങ്കച്ചിനെ കണ്ട്.
എനിക്കങ്ങ് വരുത്തിഷ്ടായി. ഈശ്വര, ഞാൻ കേട്ടത് തന്നെയാണ് നിങ്ങൾ കേട്ടെ? അല്ല, ഞാൻ കേട്ടത് സത്യമല്ല. ജസ്റ്റിൻ, നീ ഉറങ്ങുകയാണ്. ഇത് സ്വപ്നമാണ്. പോടാ, കളിയാക്കണ്ടേ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. അല്ലതാരാ, നീ എന്താ ഈ മുകളിലോട്ട് നോക്കിക്കണേ? ഏത് കാക്കയാ മലന്ന് പറക്കുന്നതെന്ന് നോക്കുവാടാ. ഓ, എല്ലാം കൂട്ടിട്ട് വാരുവാണല്ലേ. എനിക്കെന്താണ്, ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടാൻ പാടില്ലേ? ഇത് കൊള്ളാം. അങ്ങനല്ല മോനെ സോൾമേറ്റ്, പതിവില്ലാതെ, അതും നീ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി എന്നൊക്കെ കേട്ടപ്പോ ഞങ്ങൾ എങ്ങനെയാടാ അത് വിശ്വസിച്ചേ പറ്റൂ. ഓഹോ, അപ്പൊ നീ എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാണ്. ആരാ പെണ്ണെന്നും കൂടെ പറ. തൂക്കിയെടുത്ത് മുന്നിൽ കൊണ്ടു നിർത്തിയിട്ട് അവളെ കൊണ്ട് പ്രപ്പോസ് ചെയ്യിക്കാം. ഓ, ലവിലെങ്കിലും നിന്റെ ഈ മൊരട്ട് സ്വഭാവം കാണിക്കല്ലേ. എന്റെ പെണ്ണിനെ സ്വന്തമാക്കാൻ എനിക്കറിയാം. ആരുടെ സഹായം വേണ്ട. ഞങ്ങൾ രണ്ടും സെറ്റായിട്ട് നിന്റെ ഒക്കെ മുന്നിൽ കൂടെ നടക്കും. അപ്പൊ കണ്ടാ മതി എന്റെ പെണ്ണിനെ. അങ്ങനെയെങ്കിൽ അങ്ങനെ. നിനക്ക് വല്ല ഐഡിയ വേണമെങ്കിൽ ഈ കുരുട്ടിനോട് ചോദിച്ചു സൂടു. എന്നെ വരെ വളച്ച മുതലായി നിൽക്കണേ. ഇപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോ 2 വാഴ വെച്ചാൽ മതി എന്ന് തോന്നിപ്പോവാ. ഡി, അയ്യോ, ഞാൻ ക്ലാസ്സിൽ പോവാ. നിങ്ങള് സൗകര്യം പോലെ വന്നോ. ഈ പെണ്ണ്. ചേട്ടാ, ഈ ഫസ്റ്റ് ഇയർ ബികോം എവിടെയാ? എന്താ മോളൂസ്, ചേട്ടൻ കൊണ്ടുവിട്ടാ മതിയോ? അല്ലേ വേണ്ട, മോളൊരു ഡാൻസ് കളിക്കും. ഞാൻ പറഞ്ഞുതരാം. ചേട്ടാ, എനിക്ക് ഡാൻസ് ഒന്നും അറിഞ്ഞൂടാ. ചേട്ടൻ പറയണ്ട, ഞാൻ വേറെ ആരോടെങ്കിലും ചോദിച്ചോളാം. അതെങ്ങനെ ശരിയാവും? ചേട്ടന് സങ്കടമാവില്ലേ? എനിക്ക് പോണം പ്ലീസ്. ജസ്റ്റി, നീ ആ കൊച്ചിനെ കരയിച്ചോ? നിന്നോക്ക്. നീ ക്ലാസ്സിൽ പോയേ. ദേവ് അവിടെ ഉണ്ട്. ഞാൻ വരാം. ഓ, ഞാൻ പോണ്. ആ കൊച്ചിന് വഴി കാണിച്ചൊരു നല്ല കാര്യം ചെയ്യാനും സമ്മതിക്കൂല. നിങ്ങൾ ട്വിൻസ് ആണോ? ആ, അപ്പനൊരു കയ്യബദ്ധം പറ്റി എന്റെ കൂടെ ഉണ്ടായതാ. അല്ല, താൻ എങ്ങോട്ട് പോവാനാ ആ കുരുപ്പിനോട് വഴി ചോദിച്ചേ? ഫസ്റ്റ് ഇയർ ബികോംക്ക്. എങ്കി വാ, ഞാനും അങ്ങോട്ടാ. എടാ, നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ. ഇത്രയും കാലം ജസ്റ്റി മാത്രമേ ഫ്ലിർട്ട് ചെയ്യാറുള്ളൂ. ഇപ്പൊ നീയും തുടങ്ങിയല്ലേ. ഏതവളായി പെണ്ണ്? എനിക്കിപ്പറിയണം ഏതവളായത്. എന്റെ പൊന്നു താര, നീ തന്നെയല്ല എന്നോട് ലൈബ്രറി പോയിട്ട് ബുക്ക് എടുത്തോണ്ടിടാൻ പറഞ്ഞ്. ഞാൻ അങ്ങോട്ട് പോവാ. പിന്നെ കൊച്ച് അതിന്റെ ഓപ്പോസിറ്റ് ക്ലാസ്സിലായവിടെ കൊണ്ടുവിടാന്ന് പറഞ്ഞു. ഇനി എന്റെ പട്ടി പോകുന്ന നിനക്ക് ബുക്ക് എടുക്കാൻ. വേണേ പോയിട്ട് എടുക്ക്. ഈ പെണ്ണിനെ ആ ക്ലാസ്സിലും കൊണ്ടുവിട്ടേല്. സബാഷ്, പോയി. എനിക്ക് എന്തിന്റെ കേടായിരുന്നു. നിങ്ങൾ ഫ്രണ്ട്സ് ആണോ? അല്ല, ഞങ്ങൾ കട്ട ചങ്ക്സ് കപ്പിൾസ് ആണ്. വാ, ക്ലാസ് കാണിച്ചുതരാം. ആ ചേച്ചി, തൻ്റെ പേരെന്താടോ? ഞാൻ കാവ്യ. ചേച്ചി ഇങ്ങോട്ട് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. എനിക്ക് വേറെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചേച്ചിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ആഹാ, താൻ കൊള്ളാലോ. എൻ്റെ പേര് താര ഡേവിഡ്. ഇച്ചിരി മുന്നേ കലിപ്പായി പോയത് ജീവ. ദേ, ഇതാണ് ക്ലാസ്. താൻ പൊക്കോ, ഇന്റർവെല്ലിന് കാണാം. ഓക്കെ ചേച്ചി. അല്ല ജീവ, നീ ഇന്നലെ ആ ബാൻഡിന്റെ ഓഡീഷന് പോയിട്ട് എന്തായി? എന്താവാനാടാ? എന്നത്തെയും പോലെ ഒരു ഡയലോഗ് വിളിക്കാം. ഇപ്പൊ പിന്നെ എല്ലാരും കഴിവുണ്ടായിട്ട് കയറുന്നൊന്നും അല്ലല്ലോ. പണവും കൈയും ഉണ്ടേ ആർക്കും ആരും ആവാം. ഇനിയിപ്പോ ഞാനൊരു സിംഗർ ആവാൻ യോഗം ഉണ്ടേ ആയിട്ടുണ്ടാവും. അതും ശരിയാ. ഹായ്, നിങ്ങൾ ഇവിടെ കാണുമെന്ന് ഊഹിച്ചു. എന്തായാലും തെറ്റിയില്ല. ആ, ഇന്റർവെല്ലിന് നിന്നെ ക്ലാസ്സിൽ വന്ന് വിളിക്കാന്ന് കരുതതാ. പിന്നെ ഇവന്മാരിങ്ങോട്ട് വിളിച്ചപ്പോൾ ആ കാര്യവേ മറന്ന്. അല്ല, നീ എങ്ങനെ ക്യാൻറ്റീൻ കണ്ടുപിടിച്ചു? നമ്മളൊരു സ്ഥലത്ത് പോയാൽ ആദ്യം അറിഞ്ഞു വെക്കേണ്ടത് ഫുഡ് എവിടെ കിട്ടുമെന്നല്ലേ. ഞാൻ അഡ്മിഷൻ എടുക്കാൻ വന്നപ്പോൾ തന്നെ നോക്കി വെച്ചതാ. ഇവള് നിന്റെ വേവ്ലെങ്താണല്ലോ താരാ. നിന്നോട് ഇപ്പൊ ആരും അഭിപ്രായം ചോദിച്ചില്ല. യൂട്യൂബ്. എന്താണ് താരേച്ചി? ചേട്ടായി പറയട്ടെ. നീ ഇപ്പൊ എന്താ വിളിച്ച്? ചേട്ടായിന്ന്. എന്ത് ഇഷ്ടായില്ലേ? അയ്യോ, കരയുവാണോ? സോറി, എനിക്ക് അങ്ങനെ വിളിക്കാനാ തോന്നിയേ. ഏയ്, പെങ്ങൾ അങ്ങനെ തന്നെ വിളിച്ചോ. സന്തോഷം കൊണ്ട് കണ്ണറിഞ്ഞതാ. ഒരനിയത്തിക്കുട്ടീനെ കിട്ടിയില്ലേ? ഐസ്, ആങ്ങളെയും പെങ്ങളെ സ്നേഹിക്ക. അയ്യോ അയ്യോ, ദേവാ, നീ ഇതൊന്നും കാണുന്നില്ലേ? ഈ ചേട്ടനാണോ ദേവ? പൊട്ടാ ദേവാ, നീ ഇത് ഏത് ലോകത്താ? എന്താ? ബെസ്റ്റ്. രാവിലെ തൊട്ട് ഇവന് സ്വപ്നം കാണുക തന്നെയാ പണി. രാവിലെ ഒരു പെണ്ണിനെ കണ്ടെന്ന് കരുതി ഇങ്ങനെ ഉണ്ടാവോ? ഓഹോ, ലബ്ബാണല്ലേ. ഇങ്ങനെ സ്വപ്നം കാണാനും മാത്രം ആ പെണ്ണ് വന്ന് മാലാഖയാണോ? ഹേയ്, മാലാഖയൊന്നുമല്ല, ഒരു പൂച്ചക്കുട്ടിയാണ്. ഐസ്, ചെക്കൻ്റെ നാണം നോക്കിയാട്ടെ. ചേട്ടായി, ഇന്നെന്താ താരേച്ചു വന്നില്ലേ? ഇല്ലടാ, അവൾക്ക് തലവേദനയാണെന്ന് പറഞ്ഞു. ഓ, എങ്കിൽ ഞാൻ ക്ലാസ്സിൽ പോവാ. എടാ, ദേവ എവിടെ? സമയമായില്ലല്ലോടാ. അവൻ വന്നോളൂ. എങ്കി നീ ഇവിടെ നിന്നോ, ഞാൻ ക്ലാസ്സിൽ പോട്ടെ. മോനൊന്നും അവിടെ നിന്നേ. എന്താടാ?
നിന്നെ ഞാൻ ഇന്നും ഇന്നലെ ഒന്നല്ലല്ലോ കാണാൻ തുടങ്ങി. നിനക്കൊരു മാറ്റം വന്നാ അതെനിക്ക് മനസ്സിലാവും. അതിനിപ്പോൾ എനിക്കെന്താ പറ്റിയേ? അയ്യ, മോനൊന്നും അറിയത്തില്ലല്ലേ? ഞാൻ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു കാവ്യനെ കാണുമ്പോഴുള്ള നിന്റെ ഇളക്കം. അത് പിന്നെ അങ്ങനൊന്നും ഇനി അങ്ങനെ ഇങ്ങനെയൊന്നും പറയാൻ നിൽക്കണ്ട, സത്യം പറയടാ. അത് പിന്നെ എടാ, എനിക്കൊരു ചെറിയൊരു ഇഷ്ടം. ഇന്നെങ്കിലും എനിക്കത് അവളോടൊന്ന് പറയണം. ഓ, അപ്പൊ എൻ്റെ മോന് ഈ വക ഫീലിങ്സ് ഒക്കെ ഉണ്ടല്ലേ? എന്തായാലും ഇന്ന് തന്നെ പറഞ്ഞേക്ക്. താരില്ലായിട്ടാണോ? നീ ഇന്ന് ഭയങ്കര ശോകാണല്ലോ. എന്നിട്ടൊന്നും അല്ലടാ, എനിക്ക് ആകെ മൊത്തം ഒരു നെഗ് ഫീല്. ജസ്റ്റ് വന്നിട്ടൊന്ന് നേരെ വീട്ടിലോട്ട് പോകണം, എന്നാലേ സമാധാനാവും. ഓ, നിനക്ക് വയ്യായികൊന്നും ഇല്ലല്ലോ? ഇല്ലടാ. അല്ല, ക്ലാസ് കഴിഞ്ഞിട്ട് ഇത്രയും നേരമല്ല, എന്നിട്ട് ജസ്റ്റ് ചെയ്ത് എവിടെ പോയി കിടക്കുവോ? എന്ന് വിളിച്ചു നോക്കിയേ. അവ വന്നോളും, വിളിക്കാനൊന്നും നിൽക്കണ്ട. നിനക്ക് ബാസ്കറ്റ്ബോൾ പ്രാക്ടീസ് ഉള്ളതല്ലേ, നീ പോകാൻ നോക്ക്. ആടാ, എങ്കിൽ ശരി, ഞാൻ പോവാ. ആഹാ, ചേട്ടാ എന്താ ഇവിടെ ഇരിക്കുന്നേ? വീട്ടിൽ പോയില്ലേ? നീ ഇത്രയും നേരം എവിടെയായിരുന്നു? കോളേജ് വിട്ടിട്ട് എത്ര നേരമായി? ഞങ്ങൾക്ക് ഇന്ന് ആർട്സ് ഡേയുടെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു, അതാ ഞാൻ ലേറ്റായേ. ഓ, അല്ല, ലാസ്റ്റ് ബസ്സല്ലേ ഇപ്പൊ പോയേ? ഇനി നീ എങ്ങനെ പോവും? ബസ് പോയോ? ആ, നീ വരുന്നതിന് ഇച്ചിരി മുന്നേ പോയേ ഉള്ളൂ. ഇനിയിപ്പോ ഒരു ഓട്ടോയ്ക്ക് സ്റ്റാൻഡിലോട്ട് പോയിട്ട് അവിടുന്ന് ബസ്സിന് പോവാം. ഇപ്പൊ തന്നെ ഇരുട്ടാറായി. ഇവിടുന്ന് എപ്പോ ഓട്ടോ കിട്ടിയിട്ട് ഹോസ്റ്റലിൽ കയറാനാ? ജസ്റ്റ് ഇപ്പൊ വരും. ബൈക്കിന്റെ കീ അവന്റെ അടുത്താ, ഞാൻ സ്റ്റാൻഡ് വരെ കൊണ്ടുവിടാം. അയ്യോ ചേട്ടായി, അതൊന്നും വേണ്ട. നീ ഒന്നും പറയണ്ട, ഒറ്റയ്ക്ക് ഞാൻ വിടത്തില്ല. എടാ ജീവ, വായോ പോവാം. ആ കാവ്യ, താനിതൊരു പോയില്ലായിരുന്നോ? ഇല്ല, എനിക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. എടാ 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 തെണ്ടി, ഇതിനായിരുന്നല്ലേ നീ ഇത്രയും നേരം എന്നെ പിടിച്ചു നിർത്തി. എന്നിട്ട് ഇപ്പൊ അവനൊന്നും അറിയത്തില്ല. എടാ, അത് പിന്നെ ഇവിടെ ഉള്ളപ്പോ എങ്ങനെയാടാ ഞാൻ നിന്റെ കൂടെ വരുന്നത്? ചേട്ടായി പോണ്ടേ? ആ ജസ്റ്റ് ഞാൻ ഇവളൊന്ന് സ്റ്റാൻഡ് വരെ കൊണ്ടുവിട്ടിട്ട് വരാം. കീ തന്നെ, നീ ഇവിടെ നിന്നോ. പ്ലീസ്, ഞാൻ കൊണ്ടുവിടാടാ, പ്ലീസ് പ്ലീസ് പ്ലീസ്. ഓ, ഇതിനെ കൊണ്ട്. ആ എടാ, നിനക്ക് വയ്യെന്നല്ലേ പറഞ്ഞ? ഈ വയ്യാത്ത നീ എങ്ങനെയാ വണ്ടി എടുക്കാം? ഇവളിപ്പോ സ്റ്റാൻഡിൽ കൊണ്ടുവിടണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ കൊണ്ടുവിട്ടേക്കാം. ചേട്ടായി, ഞാൻ ഓട്ടോ പിടിച്ചു പോയേക്കാം. ജസ്റ്റ് കൊണ്ടുവിടാന്ന് പറഞ്ഞല്ലേ, നീ അവന്റെ കൂടെ പൊക്കോ. ശരി. ജസ്റ്റ് ഞാൻ ഗ്രൗണ്ടിൽ ദേവയുടെ അടുത്ത് കാണും, നീ വന്നിട്ട് വിളിച്ചാൽ മതി. എടാ, അവൻ പോയിട്ട് കുറെ നേരമായില്ലേ? തിരിച്ചു വരേണ്ട ടൈമൊക്കെ കഴിഞ്ഞല്ലോ. ആടാ, ഇനി വഴിയിൽ വല്ല ബ്ലോക്കും കാണുമോ? നീ ഒന്ന് വിളിച്ചു നോക്ക്. അതിന് അവൻ്റെ ഫോൺ എൻ്റെ കയ്യിലാണ്, കാവ്യനെ വിളിച്ചു നോക്കാം. എടാ, റിംഗ് ഉണ്ട്, ബട്ട് എടുക്കുന്നില്ല. എന്തായാലും എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് സ്റ്റാൻഡിൽ പോയൊന്ന് നോക്കാം. എടാ, ഞാനും വരാം. ജസ്റ്റിക്ക് എന്തെങ്കിലും പറ്റിക്കാണോ? എടാ, നീ ചുമ്മാ ടെൻഷൻ ആവാതെ, നിനക്കിപ്പോൾ തന്നെ വയ്യ, നീ വീട്ടിൽ നിന്നാൽ മതി. ഇതെന്താ ഇവിടെ? ഇത് ആരുടെ വീടാ? ഇത് ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസ് ആണ്. എനിക്കൊരു ഫയൽ എടുക്കാനുണ്ട്, താനിവിടെ നിന്നോ, ഞാൻ വരാം. ഇത് എത്ര നേരമായി? ഇയാൾ എന്തുവാ ഫയൽ ഉണ്ടാക്കാനാണോ പോയെ? ഒന്ന് ചെന്ന് നോക്കിയാലോ? ഇതെന്താ ഇവിടെ ഇങ്ങനെ? വല്ല കല്യാണം നടക്കുന്നുണ്ടോ? കാവ്യ, ആ എന്താ? എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. അതിന് ഇയാളിപ്പോ എന്തിനാ എൻ്റെ അടുത്തോട്ട് വരുന്നേ? അടുത്തോട്ട് വന്നെന്ന് വെച്ച് ഇപ്പൊ എന്താ കാവ്യ? അതൊന്നും വേണ്ട, അങ്ങോട്ട് മാറി നിന്നേ. ശരി, എങ്കി ഞാൻ പറഞ്ഞോട്ടെ? വേണമെന്നില്ല, എനിക്ക് മനസ്സിലായി. എന്നെ ഇഷ്ടമാണെന്നല്ലേ? മനസ്സിലാക്കി കളഞ്ഞല്ലോ. എനിക്ക് നിന്നെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് പെൺപിള്ളേരായിട്ട് ഫ്ലേർട്ട് ചെയ്ത് നടക്കുന്ന തന്നെ ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പോണില്ല. പിന്നെ ചേട്ടായുടെ ബ്രദർ ആയതുകൊണ്ട് മാത്രമാണ് തനിക്കിട്ടപ്പോൾ ഞാൻ പൊട്ടിക്കാത്ത. ഈ ജന്മം തന്നോട് വെറുപ്പെന്നല്ലാതെ വേറൊരു ഫീലിങ്സും എനിക്ക് തോന്നില്ല. ഓഹോ, എന്നോട് വെറുപ്പ്? അപ്പോ നിനക്ക് ദേവേനെ ആയിരിക്കുമല്ലേ വേണ്ടേ? അതെ, ദേവേട്ടനോടാ എനിക്കിഷ്ടം. എനിക്കെല്ലാം അറിയാടി, എല്ലാം അറിഞ്ഞു വെച്ചിട്ട് തന്നെയാടി നിൽക്കുന്നേ. ഞാൻ ആഗ്രഹിച്ച പെണ്ണാ നീ. അങ്ങനെ എനിക്ക് കിട്ടാത്തൊന്നും അവനും വേണ്ട. നീ എന്റെയാ, എന്റെ മാത്രം. കിടന്ന് പെടക്കാതാട്ടങ്ങോട്ടി. ഇത് ജസ്റ്റിയുടെ ബൈക്കല്ലേ? ഇവൻ ഈ സമയത്ത് ഇവിടെ എന്തെടുക്കുവാ? ഇതന്നെ ഇവിടെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ട്. കാവ്യ, കാവ്യയുടെ സൗണ്ട് അല്ലേ അത്? ഡാ ജസ്റ്റി, ആഹാ, ഹീറോ വന്നോ ഇത്ര പെട്ടെന്ന്? എന്താടാ നീ ചെയ്യുന്നത്? വലിച്ചു കയറ്റി നിനക്ക് അമ്മേനെയും പെങ്ങളെയും തിരിച്ചറിയാതായോ? ഇത് നമ്മുടെ കാവ്യല്ലേടാ? ആഹാ, ആരുടെ? ഇനിയേ ഇവൾ എൻ്റെ മാത്രമാ, എൻ്റെ മാത്രം. പക്ഷെ എന്ത് ചെയ്യാനാ, അവക്കേ അവളുടെ ദേവനെയാണ് പോലും വേണ്ടേ. എന്നെ ഇഷ്ടമല്ലെന്ന്.
ഡാ നീ എന്നെ തല്ലി അല്ലേ? അതും ഈ നാശം പിടിച്ചവൾക്ക് വേണ്ടി. പന്ന പുന്നാര മോനെ നിർത്തടാ. എന്റെ പെണ്ണാടാ അവള്. അവളാ നീ. Running with King Kong, bullets rain down like it's thunder. Ready or not, she got the Glock, she'll put you under. You know we game time on the front line till it's over. Deep in the trenches for ya, like a soldier. Running with King Kong, bullets rain down like it's thunder. Ready or not, she got the Glock, she'll put you under. You know we game time on the front line till it's over. Deep in the trenches for ya, like a soldier. ദേവേട്ട ദേവേട്ട എന്നെ അയാൾ. അറിയാം മോളെ, ഒന്നുമില്ല നിനക്ക്. താര, ആ അച്ഛോ. കുറെ നേരമായല്ലോ കുഞ്ഞെ നീ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അവൻ ഈ 2 വർഷമായിട്ടും നിനക്ക് മറക്കാൻ പറ്റുന്നില്ലേ? ഞാൻ അവനെ എങ്ങനെ മറക്കാനാ അച്ഛോ? എൻ്റെ എല്ലാം അവനല്ലേ. കുഞ്ഞെ, ഇന്നവൻ്റെ ഓർമ്മ ദിവസമാണ്. എനിക്ക് ഇനിയും കുഞ്ഞിനോട് ഇത് മറച്ചു വെക്കാൻ പറ്റില്ല. കർത്താവ് എന്നോട് പൊറുക്കേല. എനിക്കെല്ലാം അറിയാം അച്ഛോ. ഇത് ജസ്റ്റിനാണെന്നല്ലേ. കുഞ്ഞെന്നോട് പൊറുക്കണം. നിന്റെ അപ്പൻ ഡേവിഡും ഞാനും കൂടെ ജീവയുടെ വീടന്വേഷിച്ച് പോയായിരുന്നു. ആൾക്കൂട്ടം കണ്ട് അവിടെ ചെന്നപ്പോഴാ കാവ്യകുഞ്ഞിന്റെ കാര്യമൊക്കെ അറിഞ്ഞത്. നിന്റെ അപ്പൻ്റെ ഒറ്റബുദ്ധിക്ക് തോന്നിയതാ ബാക്കിയൊക്കെ. ഇവിടെ എന്താ വെച്ചോ ഇത്ര ആൾക്കൂട്ടം? മരിപ്പാണെന്നാ തോന്നുന്നേ. ചേട്ടാ, ഇത് ജീവയുടെ വീടല്ലേ? ആ അതെ. ഇത്രയും നാള് കള്ളും കഞ്ചാവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പെണ്ണ് കേസുമായി. നിനക്ക് ചാവണത് തന്നെയാ നല്ലത്. അവിടുന്ന് ഞങ്ങൾ ചെന്നത് നേരെ ഹോസ്പിറ്റലിലോട്ടാണ്. നിന്റെ വാശിക്ക് വഴങ്ങിയാണ് ആരോരും ഇല്ലാത്ത കുഞ്ഞിനെ വീട്ടിലോട്ട് കൂട്ടിയ. അതിന്റെ ഓർമ്മ നഷ്ടപ്പെട്ടത് ഒരു തരത്തിൽ പറഞ്ഞാൽ നന്നായി. ജീവ എവിടെയാച്ചോ? അവനിപ്പോ ദേവയുടെ വീട്ടിലാ. നോർമൽ അല്ലെന്നാ പറഞ്ഞു കേട്ടെ. നീ ഒന്ന് ചെന്ന് കാണണം. ആഹാ, ആരാ ഈ വന്നേക്കുന്നേ? താരാടി ഇടൂ. വഴിമാറി വന്നൊന്നും അല്ലല്ലോ. പിന്നെ വഴിയ പോണ പട്ടിക്കുഞ്ഞു പോലും വഴിതെറ്റി നിന്റെ വീട്ടിലോട്ട് വരത്തില്ല. ഒന്ന് മാറി കേർക്ക. എടി എടി നിക്കടി കുട്ടി പിശാശി അവിടെ. I'm really sorry, ജീവ. ശരിയടാ, എങ്കിൽ ഞാൻ ഇറങ്ങുവാ. വേറൊരു ദിവസം വരാം. അല്ല, നിക്ക് പോവല്ലേ. ഇനി എന്താ? അതല്ല, കാവ്യ. ഓഹോ, കാവ്യ. നിന്റെ പൂച്ചക്കുഞ്ഞു വീട്ടിൽ ഡോറ ബുജ്ജി കണ്ടിരിപ്പുണ്ട്. അയ്യ, എന്താ നാണം. ആ, അത് വിട്. അല്ല, ആരാടാ ജസ്റ്റിന്? വേറെ ആര്? സ്വന്തം പെണ്ണിനെ തൊട്ട നട്ടിലുള്ള ഒരുത്തനും നോക്കിക്കില്ല. അത്രേ ഞാനും ചെയ്തുള്ളൂ.